നമസ്കാരം. ഇന്ത്യക്ക് ഏറെ തന്ത്രപ്രധാനമായ തുറമുഖമായിരുന്നു ഇറാന്റെ ചബഹാർ തുറമുഖം. ഇറാനെതിരെയുള്ള US ഉപരോധം തുടരുന്നതിനാൽ ചബഹാർ നടത്തിപ്പ് ഇന്ത്യക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായ അവസ്ഥയിലാണ്. ചബഹാർ നടത്തിപ്പ് കാര്യത്തിൽ US ഒരു മാസം കൂടി ഇന്ത്യക്ക് ഇളവ് നൽകിയെങ്കിലും പിന്നീട് അത് നീട്ടിയില്ല. ഇതോടെയാണ് അമേരിക്കൻ എതിർപ്പ് പരിഗണിച്ച് ഇന്ത്യ തുറമുഖം ഇറാന് തന്നെ കൈമാറുന്നത്. ഉപരോധവും പശ്ചിമേഷ്യയിലെ യുദ്ധവും തുറമുഖത്തിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിരുന്നു. ചബഹാർ തുറമുഖത്ത് ഇതുവരെ $12 കോടി ഇന്ത്യ നിക്ഷേപിച്ചത്. പാകിസ്ഥാനെ ആശ്രയിക്കാതെ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസാഖ്സ്ഥാൻ, കിർഗിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വ്യാപാരം നേരിട്ട് നടത്താൻ ചബഹാർ വഴി ഇന്ത്യക്ക് കഴിയുമായിരുന്നു. വിദേശ വ്യാപാര രംഗത്ത് ചബഹാർ കഴിയൊഴിഞ്ഞതോടെ തന്ത്രപ്രധാനമായി ഇന്ത്യ നേരിടുന്നത് വൻ തിരിച്ചടിയാണ്. ഇതിൽ നേട്ടം പാകിസ്ഥാനും ചൈനയ്ക്കുമാണ്. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് ആണ് ചബഹാർ നിയന്ത്രിക്കുന്നത്. നിലവിൽ IPGL-നുള്ള ഓഹരികൾ തൽക്കാലം ഒരു ഇറാനിയൻ കമ്പനിക്ക് കൈമാറാനാണ് പദ്ധതി. ഉപരോധം കഴിഞ്ഞാൽ ഈ ഓഹരികൾ തിരിച്ചെടുക്കും വിധമുള്ള കരാറിനാണ് ഇന്ത്യൻ ശ്രമം. ചബഹാർ നഷ്ടമായതോടെ ഈ തന്ത്രപ്രധാന മേഖലയിൽ ഇന്ത്യയുടെ നിയന്ത്രണം കൂടി നഷ്ടമാവുകയാണ്. മേഖലയിൽ ഇന്ത്യൻ സ്വാധീനം കുറഞ്ഞാൽ ചൈന ഈ അവസരം മുതലെടുക്കും. ചൈനീസ് കപ്പലുകൾ നിരീക്ഷിക്കാനും ചബഹാർ നഷ്ടമായാൽ ഇന്ത്യക്ക് കഴിയില്ല. ചബഹാറിൽ സാന്നിധ്യത്തിനാണ് ചൈന ശ്രമിക്കുക. പാകിസ്ഥാനും ചൈനയും ഈ വിഷയത്തിൽ കൈകോർക്കാനും ഇടയുണ്ട്. പാകിസ്ഥാന്റെ ഗ്വാദറിൽ ചൈനീസ് തുറമുഖമുണ്ട്. ചബഹാറിന് 170 കിലോമീറ്റർ അകലെയാണിത്. ഇതിന്റെ ശേഷി 2030 400 ദശലക്ഷം ടണ്ണായി വർദ്ധിപ്പിക്കാൻ ചൈന ആലോചിക്കുകയാണ്. ഇതിനിടയിലാണ് ചബഹാർ ഇന്ത്യക്ക് നഷ്ടമാകുന്നത്. 2003 ഇന്ത്യ ഇറാന്റെ തെക്കുകിഴക്കൻ തീരത്തുള്ള തുറമുഖം വികസിപ്പിക്കാൻ തുടങ്ങിയത്. 2024 10 വർഷത്തേക്ക് തുറമുഖ നടത്തിപ്പിനുള്ള കരാറിൽ ഇന്ത്യയും ഇറാനും ഒപ്പിടുന്നത്. ഇറാനുമായും US-ഉമായും ഇപ്പോഴും ചർച്ച നടക്കുകയാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രതികരിച്ചത്. യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ഇറാന് സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന നീക്കങ്ങളൊന്നും വേണ്ടെന്ന നിലപാടിലാണ് US. റഷ്യയോടും ഇതേ നിലപാട് തന്നെയാണ് US സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ചർച്ചകളിൽ എന്ത് പുരോഗതി ഉണ്ടാകുമെന്നത് കാത്തിരുന്ന് അറിയേണ്ട കാര്യമാണ്.